ശ്രീമാത്രേ നമഃ. ഇന്ന് നമ്മൾ ഒരു പുതിയ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഭുവനേശ്വരി മഹിമ. ഇന്നലെ ദശമഹാവിദ്യ തത്വങ്ങൾ നമ്മൾ കണ്ടു. 10 ദശമഹാവിദ്യകൾ എങ്ങനെയാണ് വന്നത്, ദേവിയുടെ 10 സ്വരൂപങ്ങൾ എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ആ സ്വരൂപങ്ങൾ സ്വീകരിച്ചത്, ആ സ്വരൂപങ്ങളുടെ ഒരു ചെറുതായിട്ടുള്ള ആന്തരികമായിട്ടുള്ള തത്വം എന്താണ്, ഇത്രയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പൊ ഇന്ന് നമ്മൾ ജഗന്മാത ഭുവനേശ്വരി. അപ്പൊ ഈ ഭുവനേശ്വരി ദേവിയുടെ മഹിമ പ്രത്യേകിച്ച് പറയാൻ ഈ 10 ദശമഹാവിദ്യകളില് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് നമുക്ക് ഒരുപാട് പ്രയോജനപ്പെടും. പ്രത്യേകിച്ച് ഉപാസകർക്കും അല്ലാത്തവർക്കും എല്ലാം തന്നെ അമ്മ സ്ഥിതി കാരകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് നമ്മൾ കൂടുതൽ ഈ സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയം, നമുക്ക് അതിന് മുമ്പോ അതിന് പിമ്പോ അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കർമ്മബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് വിടാൻ പറ്റുക. ഇതെല്ലാം ഈ ഭുവനേശ്വരി മഹിമ എന്ന് പറഞ്ഞ ശക്തി പ്രണവത്തിന്റെ ആധാര ശക്തിയായിട്ടിരിക്കുന്ന ഈ ദേവിയെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നമുക്ക് ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനും ആ ദേവിയിലേക്ക് അടുക്കാനും നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് ഉപാസകരുടെ വളരെ ദേവിയുടെ ത്രിപുര സുന്ദരിയുടെ ഭുവനേശ്വരി ഭാവം വളരെ വളരെ വിശേഷാണ്. അപ്പൊ ഇന്ന് നമ്മള് ഭുവനേശ്വരി മഹിമ, ഭുവനേശ്വരി തത്വം, ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ജഗന്മാതാ ഭുവനേശ്വരിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും ചതുർവിധ പുരുഷാർത്ഥ സിദ്ധികൾ ലഭിക്കാൻ ഗുരുപരമ്പരയോടും എന്റെ ഉപാസ്യ ദേവതയായിരിക്കുന്ന സാക്ഷാൽ രാജരാജേശ്വരി ലളിതാംബികയോടും അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ഒരു ഏറ്റവും മനോഹരമായിരിക്കുന്ന വിഷയമാണ് ഭുവനേശ്വരി മഹിമ എന്ന് പറയുന്നത്. ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോ ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ട് ഉണ്ടാകട്ടെ, പറയുന്ന ആൾക്കും കേൾക്കുന്നവർക്കും എല്ലാം തന്നെ. അപ്പോ ലളിതാ മഹാത്രിപുര സുന്ദരിയുടെ പ്രപഞ്ച സ്വരൂപമാണ് ഭുവനേശ്വരി രൂപം. അപ്പോ ലളിതാ മഹാത്രിപുര സുന്ദരി എന്ന് പറയുമ്പോൾ നമ്മൾ ദശമഹാവിദ്യകളിൽ ആദ്യം കാളി, താര, ത്രിപുര സുന്ദരി, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭുവനേശ്വരിയെ കണ്ടത് അല്ലെ. ഇവിടെ പറയുന്നു ലളിതാ ത്രിപുര സുന്ദരി പ്രപഞ്ച രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രപഞ്ചത്തിലെ ലളിതാ ത്രിപുര സുന്ദരിയാണ് നമ്മൾ പ്രപഞ്ചം എന്ന് പറയുന്നത്. വിശ്വരൂപ ലളിതാ സഹസ്രനാമത്തിൽ എടുത്തു പറയുന്നുണ്ട് വിശ്വരൂപ ജാഗരണി. അപ്പൊ ആ ദേവിയാണ്, ആ ദേവിയുടെ ലളിതാ ത്രിപുര സുന്ദരിയുടെ വിശ്വമായിട്ടിരിക്കുന്ന രൂപമാണ് ഭുവനേശ്വരി രൂപം. ദശമഹാവിദ്യകളിലെ 4ാമത്തെ മഹാവിദ്യയാണ് ഭുവനേശ്വരി ദേവി. എന്താണ് ദേവിയെ കുറിച്ച് പറയുന്നത്? ഹ്രീം ഹ്രീം ഇതി പ്രതിദിനം ജപതാം തവാഖ്യാം കിം നാമ ദുർലഭം ഇഹ ത്രിപുരാധിവാസേ. അല്ലയോ അമ്മേ, അമ്മയ്ക്കൊരു സംബോധന കൊടുക്കുകയാണ് അല്ലെ. അമ്മേ, ഹ്രീം ഹ്രീം ഇതി പ്രതിദിനം, ദിവസവും ഹ്രീം എന്നുള്ള ഒരൊറ്റ വാക്ക്, അറിഞ്ഞോ അറിയാതെയോ, ഇപ്പൊ നമ്മള് പഞ്ചദശി മഹാമന്ത്രത്തിന്റെ 3 കൂടങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ബീജമാണ് ഹ്രീം അല്ലെ. ഇനി അല്ലാതെ തന്നെ വെറുതെ ഒന്ന് ഹ്രീം എന്ന് പറഞ്ഞാൽ പോലും ഹ്രീം ഹ്രീം ഇതി പ്രതിദിനം, ദിവസവും ജപിക്കുന്ന ഒരാൾക്ക്, ജപതാം തവാഖ്യാം, അല്ലയോ അമ്മേ, അമ്മയെ കുറിച്ച് ഹ്രീം എന്ന് വെറുതെ ഒന്ന് പറയുന്ന ഒരാൾക്ക്, കിം നാമ ദുർലഭം ഇഹ, ഈ നാമം പറയുന്നവർക്ക് എന്താണ് ഈ പ്രപഞ്ചത്തിൽ കിട്ടാത്തത്? ത്രിപുരാധിവാസേ, അമ്മയെ വിളിക്കുകയാണ് ത്രിപുരാധിവാസേ. അപ്പൊ ദേവിയുടെ സംബോധന നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഇവിടെ തന്നെ ആദ്യം ഭുവനേശ്വരിയെ വിളിക്കുന്ന എന്താ? ത്രിപുര എന്നാ വിളിക്കുന്നത്. അപ്പൊ ത്രിപുര, ത്രിപുര സുന്ദരി, ത്രിപുര മാലിനി, ത്രിപുര അംബ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ആ നവാഭരണ പൂജയിൽ ഇല്ലെങ്കിൽ ശ്രീചക്രത്തിന്റെ 9 ആഭരണങ്ങളില് ത്രിപുര സുന്ദരിയുടെ വിവിധ ഭാവങ്ങളാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ അമ്മയെ ആദ്യം വിളിക്കുന്ന, ഭുവനേശ്വരിയെ വിളിക്കുന്ന എന്താ? ത്രിപുരാധിവാസേ. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായാം ത്രിപുര സുന്ദരിയുടെ വേറൊരു ഭാവമാണിത്. അപ്പൊ ത്രിപുര അധിവാസേ. അപ്പൊ എന്തുകൊണ്ടാ ദേവി ഇങ്ങനെ സംബോധന ചെയ്യുന്നത്? അമ്മ എവിടെയാണ് വസിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പറയുന്നത് അല്ലെ. ഹ്രീം ഹ്രീം ഇതി പ്രതിദിനം ജപതാം തവാഖ്യാം. ആരാണോ അമ്മയുടെ ഹ്രീംകാരത്ത് ജപിക്കുന്നത് ആ അമ്മ. അപ്പൊ ദേവിയുടെ സംബോധനയായിട്ട് ചോദിക്കുന്ന എന്താ? ത്രിപുരാധിവാസി, അവർക്ക് ഇനി എന്താണ് ദുർലഭമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഉള്ളത്? എല്ലാം കിട്ടും ഐശ്വര്യം. സർവ്വ ഐശ്വര്യ പ്രദായിനിയായിരിക്കുന്ന അമ്മയുടെ ബീജമന്ത്രമായിരിക്കുന്ന ഹ്രീംകാരത്തെ ജപിക്കുന്നവർക്ക് വേറൊന്നിന്റെയും ആവശ്യമില്ല. അപ്പൊ എവിടെയാണ് വസിക്കുന്നതെന്നൊരു ചോദ്യം കൂടെ അതിനകത്തുണ്ടല്ലേ. അമ്മ എവിടെയാണ് വസിക്കുന്നത്? അപ്പൊ അതിന്റെ ഉത്തരവാണ് ത്രിപുരത്തിൽ വസിക്കുന്നവളെ, ത്രിപുരേ. അപ്പൊ 3 പുരങ്ങളിൽ വസിക്കുന്നവൾ. അപ്പൊ 3 പുരങ്ങൾ എന്നുള്ളത് എന്തൊക്കെയാണ്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം അല്ലെ. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ത്രിഗുണാത്മിക എന്നത് ദേവിയുടെ നാമാണ്. അപ്പൊ ത്രിമൂർത്തികള്,
ത്രിമൂർത്തി സംഭൂത ത്രിശക്തി സമന്വിത എന്നാണ് പറയുന്നത്. അപ്പൊ ത്രിമൂർത്തികളായിരിക്കുന്ന ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ ശക്തിയായിട്ടിരിക്കുന്ന 3 പേര് അല്ലെ, രജോ ഗുണം, തമോ ഗുണം, സത്വ ഗുണമായിട്ടുള്ള 3 പ്രപഞ്ച ശക്തികളെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ബ്രഹ്മ, വിഷ്ണു, രുദ്രന്മാരുടെ ശക്തികളായിട്ടിരിക്കുന്ന 3 പേര് ചേർന്നതാണ്. അതാണ് ത്രിഗുണാത്മികേ. ത്രിമൂർത്തി സംഭൂത എന്ന് പറഞ്ഞാൽ എന്താ? ഈ 3 മൂർത്തികള്. ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, സൃഷ്ടി, സ്ഥിതി, സംഹാരം. അപ്പൊ ഇതിൽ നിന്നുണ്ടായിട്ടുള്ള സംഭൂതമായിട്ടുള്ള ശക്തി. അപ്പോ ത്രിമൂർത്തി സംഭൂത ത്രിശക്തി സമന്വിത. അപ്പൊ 3 ഗുണങ്ങൾക്ക് സാക്ഷിയായിട്ടിരിക്കുന്നവളെ. ലളിത അഷ്ടോത്തരത്തിലെ ഒരു നാമം എന്താണ്? ജാഗ്രത് സ്വപ്ന സുഷുപ്തീനാം സാക്ഷിഭൂതിയെ നമോ നമ. ഇത് അഷ്ടോത്തരം 108 നാമങ്ങൾ, ലളിത അഷ്ടോത്തരം എന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള നാമങ്ങളാണ് ഇതില്. അതിലൊരു നാമമാണ് ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥാം സാക്ഷിഭൂതിയെ നമോ നമ. എന്തൊക്കെയാണ്? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകൾക്കും ഒരു ജീവനുണ്ട് സാക്ഷിഭാവത്തില്. ഇത് 3നും സാക്ഷിയായിട്ടിരിക്കുന്നവൾ. ഒരാള് സാക്ഷിയായിട്ടുണ്ടെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ നന്നായിട്ട് ഉറങ്ങി, ഇപ്പൊ ഞാൻ ഉണർന്നിരിക്കുകയാണ്, ഞാനിപ്പോ സുഷുപ്തിയിലാണ്, ഇല്ലെങ്കിൽ ഞാനിപ്പോ സ്വപ്നാവസ്ഥയിലാണ്, ഈ 2 അവസ്ഥയിൽ നിന്ന് ഉണരുന്ന അവസ്ഥയാണ് ജാഗ്രത അവസ്ഥ. അപ്പൊ ഉറങ്ങിന്ന് അറിയണമെങ്കിൽ ഉറങ്ങിയത് അറിയാൻ ഒരാള് വേണം, ഇല്ലേ? അപ്പൊ അതിന് സാക്ഷിയായിട്ട് നിൽക്കുന്ന അല്ലയോ അമ്മേ. അതുപോലെ ഭൂലോകം, പൂർലോകം, സുവർലോകം, ഈ 3 ലോകങ്ങൾക്കും അധിപയായിട്ടുള്ളവളെ ത്രിപുരാധിവാസേ. അപ്പൊ ത്രിപുര രഹസ്യം എന്ന് പറയുന്ന ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ഈ 3 പുരങ്ങളെ എരിച്ച ആളാണ് ത്രിപുരാരിയായ ശിവൻ എന്ന് പറയുന്നുണ്ട് അതില്. അപ്പൊ ത്രിപുര സംഹാരം ചെയ്ത് ത്രിപുരാരിയുടെ പത്നിയായിട്ടിരിക്കുന്ന ത്രിപുര സുന്ദരി. അപ്പൊ ത്രിപുരങ്ങൾക്കും സാക്ഷിയായിട്ടിരിക്കുന്നവൾ. അപ്പൊ ജാഗ്രത അവസ്ഥയില് ഞാൻ, എന്റെ മനസ്സ്, എന്റെ ഇന്ദ്രിയങ്ങൾ, പുറം ലോകം, ഈ ശരീരം എങ്ങനെയാണ് പ്രപഞ്ചവുമായിട്ട് സംവേദിക്കുന്നത്, ആ സംവേദിക്കുന്നതിനുള്ള 5 ജ്ഞാനേന്ദ്രിയങ്ങള്, ആ ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇവ ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധാദികളിലൂടെ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെടുന്നു, അല്ലെ? ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജാഗ്രതാവസ്ഥ, ഉണർന്നിരിക്കുന്ന അവസ്ഥ. അപ്പൊ ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങള് പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട് കർമ്മേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. ഈ ജാഗ്രത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥ. അപ്പോ ലളിതാ സഹസ്രനാമത്തിൽ അതിനൊരു പേരുണ്ട്, ജാഗരണി, അല്ലെ? ആ ലളിതാ സഹസ്രനാമത്തിൽ അതേ നാമങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജാഗരണി എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം കൂടെ നമുക്ക് എടുക്കാം, എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന ശക്തി. ജഗത്തില് എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന ശക്തി നമ്മുടെ ഉള്ളില് കുണ്ടലിനി രൂപത്തിൽ സാക്ഷിയായിട്ട് വർത്തിക്കുന്നു. അപ്പൊ പ്രപഞ്ചത്തില് എല്ലാം ചെയ്യിപ്പിക്കുന്ന ശക്തി, എല്ലാത്തിന്റെയും ആധാരമായിരിക്കുന്ന ശക്തി, ആ ശക്തി നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? കുണ്ടലിനി ശക്തിയായിട്ടിരുന്ന് നമ്മുടെ ഈ ശരീരത്തിലെ എല്ലാ ഇന്ദ്രിയങ്ങളെയും എല്ലാ കർമ്മങ്ങളെയും ചെയ്യിപ്പിക്കുന്നു. അപ്പൊ അത് സാക്ഷിയാണ് എന്ന് പറയുന്നു. പക്ഷെ നമ്മള് ബാഹ്യപ്രപഞ്ചത്തെ അറിയണു, നമ്മളെ നോക്കിയിരിക്കുന്ന ദേവിയെ അറിയുന്നില്ല. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഐറണി എന്ന് പറയുന്നത്. നമുക്ക് ഇതുവരെ നമ്മൾ പുറമെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം തുറന്നു വെച്ചിരിക്കുക. 5 കഥകളും പുറത്തേക്ക് തുറന്നു വെച്ചിരിക്കുക. അതുകൊണ്ട് നമ്മൾ അകത്തേക്ക് നോക്കുന്നില്ല. നമ്മൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷി ചൈതന്യമായിട്ടിരിക്കുന്ന അമ്മയെ കാണുന്നില്ല. ഇനി സ്വപ്നാവസ്ഥയിലാണെങ്കിലോ, അപ്പൊ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അപ്പൊ വാസനാ ശരീരമാണ് അപ്പൊ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന എന്തിലൂടെയാണോ? നമ്മുടെ സുഷുപ്തി സമയത്ത് അല്ലെങ്കിൽ സ്വപ്ന സമയത്ത് നമ്മുടെ വാസനാമയ ശരീരത്തിലിരിക്കുന്ന വാസനകൾക്കനുസരിച്ചാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത്. അല്ലാതെ പണ്ടെങ്ങോ റെക്കോർഡ് ചെയ്തതോ അങ്ങനെയല്ല. നമ്മള് ഒരുപാട് വാസനകൾ, ഈ ജന്മത്തെ അല്ല, അത് പല ജന്മത്തെ ആ വാസനകൾക്കനുസരിച്ചാണ് നമ്മൾ ആ ഒരു സ്വപ്നാവസ്ഥയിൽ സ്വപ്നങ്ങൾ കാണുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല. സ്വപ്നാവസ്ഥയിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല, വാസനാ ശരീരമാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ വാസനാമയമായിട്ടുള്ള ഒരു മായാ പ്രപഞ്ചത്തിലാണ് നമ്മൾ സ്വപ്നാവസ്ഥയിൽ ഇരിക്കുന്നത്. അപ്പൊ ജാഗ്രത അവസ്ഥയിൽ ഉണ്ടായ അനുഭവങ്ങളുടെ ശേഷിപ്പുകളെല്ലാം തന്നെ ഈ അന്ധകരണത്തില് വാസനാമയമായിരിക്കുന്ന ഒരു ലോകത്തെ ഉണ്ടാക്കിയിരിക്കും. അത് ഈ ജന്മത്തെ മാത്രമല്ല, വാസനാമയ ശരീരം ഇപ്പോഴത്തെ അല്ല, പഴയതാണ്. ഇപ്പോഴുള്ള കർമ്മങ്ങളും ഉണ്ട്. നമ്മൾ ഈ ഓരോ ദിവസം ചെയ്യുന്ന കർമ്മങ്ങൾ, സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും വളരെ എന്താ പറയാ, ഈശ്വരനിൽ അഭിമുഖമായിട്ടുള്ള ചെയ്യുന്ന കർമ്മങ്ങളാണെങ്കിലും എല്ലാത്തിന്റെയും കുറച്ച് ഭാഗങ്ങള് ഈ വാസനാമയ ശരീരത്തിൽ ഉണ്ടാകും.
നമ്മൾ വളരെ ദുഃഖത്തോടു കൂടിയാണ് കിടന്നുറങ്ങുന്നെങ്കിൽ നമ്മൾ വളരെ വിഷമമുള്ള സ്വപ്നങ്ങളായിരിക്കും കാണുക. സന്തോഷത്തോടെ ഉറങ്ങണമെങ്കിൽ ചിലപ്പോൾ സ്വപ്നങ്ങളൊന്നും കണ്ടില്ല എന്നിരിക്കും അല്ലെ? അതിനനുസരിച്ചുള്ള ആ ഒരു എന്താണോ നമ്മുടെ ആ മനസ്സിലുണ്ടാക്കുന്ന ഇംപ്രിന്റ്സ് അനുസരിച്ചായിരിക്കും വാസനാമയ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നതെന്ന് അർത്ഥം. ഈ അന്ധകരണം എന്ന് പറയുന്നത് വാസനാമയമായിട്ടുള്ള ഒരു മായാ ലോകത്തെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നിദ്രാദേവിയുടെ ശക്തി കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇതിനകത്ത് ഇരിക്കുന്ന ഒരാൾ പ്രവർത്തിക്കുന്നോണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചിട്ടല്ലത്. ഈ ദേവിയുടെ പേരെന്താ? നിദ്രാദേവി അല്ലെ? ഇനി സുഷുപ്തിയിലാണെങ്കിലോ അവിടെ യാതൊരു കർമ്മങ്ങളും ഇല്ല. പക്ഷെ ഉണരുമ്പോൾ ഞാൻ നന്നായിട്ട് ഉറങ്ങി എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ സാക്ഷിഭാവത്തില് അപ്പോഴും ദേവി എന്ന് പറയുന്ന ഒരു ചൈതന്യം, നമ്മൾ ദേവി എന്ന് വിളിക്കണം, ഇതിനെ സാക്ഷി ചൈതന്യം എന്ന് വിളിക്കാം. ആ ദേവി ഉറങ്ങാതെ സാക്ഷിഭാവത്തിൽ വർത്തിക്കുന്നു. ഇപ്പൊ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഈ 3 അവസ്ഥയിലും എന്താണ്? ഉറങ്ങാതെ അല്ലെ? കാറ്റിലാടാത്ത ദീപനാളം പോലെ ഒരു പ്രകാശ സ്വരൂപിണിയായിട്ട് അമ്മ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന സ്വപ്നവും സുഷുപ്തിയും ഒക്കെ സംഭവിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ കർമ്മങ്ങളും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കുന്നത്, നമ്മുടെ ബ്രെയിൻ വളരുന്നത് ഈ ഉറക്കത്തിലാണ്. ഒരുപാട് എന്താ പറയുക മെയിൻ്റനൻസ് ജോലികളൊക്കെ ശരീരത്തിൽ നടക്കുന്നതെന്ന് പറയാറുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ ഉറങ്ങണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അവിടെ നമുക്ക് കുറെ സെൽസ് ഇല്ലാതാകുന്നു, കുറെ പുതിയ സെൽസ് വരുന്നു. ഒരുപാട് എന്താ പറയാ സൃഷ്ടി കർമ്മങ്ങളും സംഹാര കർമ്മങ്ങളും നമ്മുടെ ശരീരത്തിൽ നടത്തുന്നു. ഇതെല്ലാം നടത്തിക്കൊണ്ട്, ഇതിനെയെല്ലാം വീക്ഷിച്ചുകൊണ്ട്, ഇതിനൊക്കെ മഹാരാജ്ഞിയായിട്ടിരുന്നുകൊണ്ട് നമ്മുടെ ശരീരത്തില് ആ ഭാവത്തിൽ ഇരുന്നുകൊണ്ട് ദേവി ഇതെല്ലാം ചെയ്യുന്നു. അതുകൊണ്ടാണ് ത്രിപുരാധിവാസേ. അപ്പോ ആ ത്രിപുരാധിവാസ എന്ന് പറഞ്ഞ 3 പുരങ്ങൾക്കും സാക്ഷിയായിട്ട് വർത്തിക്കുന്നവളെ അല്ലയോ ദേവി. നമ്മള് ദേവിയെ വെളിയിൽ തിരയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അകത്ത് തെരഞ്ഞിരുന്നെങ്കിൽ ഈ അമ്മയെ അറിയാൻ പറ്റും. ഈ അമ്മയാണ് ഇതിനെല്ലാം കാരണം. അപ്പൊ കാരണ ശരീരം നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ള സത്യം നമുക്ക് അറിയാൻ പറ്റും. ത്രിപുരാധിവാസേ അല്ലയോ ജഗന്മാതാവേ ഭുവനേശ്വരി തവാഖ്യാം. എന്താ പറയുന്നത്? തവാഖ്യാം. ആ അമ്മയുടെ ഹ്രീം ഹ്രീം എന്നുള്ള മന്ത്രം ജപിക്കുന്ന ഒരാളിന് അമ്മയെ ഓർക്കുകയാണ്. അമ്മയുടെ ബീജമന്ത്രാണ്. അതെ, തവാഖ്യാം എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ബീജമന്ത്രമായിരിക്കുന്ന ഹ്രീം എന്ന് ജപിക്കുന്ന ഒരാൾക്ക് വേറെ എന്താ ഇവിടെ ഇനി എന്താണ് ദുർലഭമായിട്ടുള്ളതെന്ന് ചോദിക്കുന്നു. അപ്പൊ ഹ്രീം എന്നുള്ള ബീജം, ബീജം എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് എന്നാണ് അർത്ഥം അല്ലെ? എന്താണ് വിതയ്ക്കുന്നത്? അപ്പൊ നമ്മൾ ആ വിതയ്ക്കുന്നതാണ് കൊയ്യുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ മാവിൻ്റെത് കുഴിച്ചിട്ടാൽ വേറൊരു വൃക്ഷം വരില്ല. ഏത് വിത്താണ് കുഴിച്ചിടുന്നത് അതനുസരിച്ചുള്ള ചെടി മുളച്ചു വരും. അതുപോലെ നമ്മുടെ മനസ്സിൽ എന്താണോ വിതയ്ക്കുന്നത്, അപ്പൊ സന്തോഷത്തിന് കാരണമായിരിക്കുന്ന വസ്തുവിനെ നമ്മൾ വിതച്ചു കഴിഞ്ഞാൽ ആ ആ മരം, ആ വിത്ത് വളർന്ന മരമായിട്ട് നമുക്ക് സന്തോഷത്തെ തരും. ദുഃഖത്തിന് കാരണമാകുന്ന ഒരു വസ്തുവാണ് നമ്മൾ കുഴിച്ചിടുന്നെങ്കിലോ ആ ദുഃഖം വളർന്ന് വളർന്ന് ആ ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിന്റെ സന്തതികളായിരിക്കുന്ന ക്ലേശങ്ങളും മറ്റു കാര്യങ്ങളും വന്നു ചേരും. അതുകൊണ്ടാണ് അതിന് വിത്തെന്ന് പറയാൻ കാരണം. വിത്തിനകത്ത് ഒരു മരമാകാനുള്ള ഒരു ബീജമാണ് ഇരിക്കുന്നത്. ആ ബീജം എങ്ങനെയുള്ളതാണ്? അപ്പൊ നമുക്ക് തിരിച്ച് സന്തോഷം തരുന്നതാണോ ദുഃഖമുള്ളതാണോ നമ്മൾ വിചാരിക്കണം. അപ്പൊ സന്തോഷത്തിന് കാരണമായിരിക്കുന്ന ഒരു വിത്ത് അല്ലെങ്കിൽ ഒരു വസ്തു, അത് വിത്ത് മരമായിട്ട് ചെടിയായിട്ട് വളരുന്നു. അപ്പൊ അച്ഛന്റെ ബീജമാകുന്ന വിത്ത് അമ്മയിൽ ഒരു പുതിയ വ്യക്തിയായിട്ട് രൂപം പ്രാപിച്ചു. അതാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ? അപ്പൊ ആ വിത്ത് വിതച്ചിട്ട് നല്ലൊരു ഭൂമിയിൽ ആ അമ്മയുടെ കർമ്മങ്ങൾ അനുസരിച്ച് അച്ഛന്റെ വിത്തിന്റെ ബലമനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരും ഒരു കുഞ്ഞ് പുറത്തു വരുന്നത്. അപ്പൊ ഇടുന്ന ബീജത്തിന് ആ ഒരു വിത്തിന് വളരെയധികം കരുത്തുണ്ടായിരിക്കണം. അത് മാത്രമല്ല വളരുന്ന സർക്കംസ്റ്റൻസും നല്ലതായിരിക്കണം. അപ്പൊ നമ്മൾ ഏത് വിത്താണോ നമ്മുടെ മനസ്സിലിടുന്നത് ആ വിത്ത് വളർന്ന് അതനുസരിച്ചുള്ള ഫലങ്ങൾ നമുക്ക് തരും. ബീജമന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ജപിക്കും തോറും അത് വളരും, വലുതാകും. അതിനുള്ള ശക്തി അതിനകത്തുണ്ട്. അപ്പൊ ആ എന്ത് മന്ത്രം ഇവിടെ പറയുന്നത്? ഹ്രീം എന്ന് പറയുന്ന അമ്മയുടെ ബീജമന്ത്രം. ഇപ്പൊ ശ്രീ ഭുവനേശ്വരി ബീജം എന്ന് പറഞ്ഞാൽ ഏകാക്ഷരി മന്ത്രമായിരിക്കുന്ന ഹ്രീംകാരമാണ്. അതിനെയാണ് പറയുന്നത് തവാഖ്യാം. അതായത് അവിടുത്തെ പേരിനെയാണ് ഹ്രീം ഹ്രീം. ഈ പേര്, ഈ ഹ്രീം എന്ന് പറഞ്ഞാൽ ആരാ? ഇത് അമ്മയാണ്. അല്ലയോ ഭുവനേശ്വരി, ഹ്രീം എന്ന് വിളിക്കുമ്പോൾ ഞാൻ അമ്മയാണ്. അമ്മയുടെ ആ ഭുവനേശ്വരി, അമ്മയുടെ ഭുവനങ്ങൾക്ക് അധീശ്വരിയായിട്ടിരിക്കുന്ന ആ രൂപം ഈ ഒരു ചെറിയ ഹ്രീംകാരം എന്ന് പറയുന്ന ഏകാക്ഷര മന്ത്രത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണോ ആൽവൃക്ഷം ഒരു ആൽവിത്തിനകത്ത് ഇരിക്കുന്ന പോലെ. അപ്പോ ഹ്രീം എന്ന് പറയുന്നത് എന്താണ്? ഇത് അമ്മയെ കുറിക്കുന്നു. ഇത് നിരന്തരം ജപിച്ചാൽ
ഏത് വിനയും മാറുമെന്ന് എല്ലാ ആഗമങ്ങളും പറയുന്നുണ്ട്. ജപിച്ച് ജപിച്ച് മന്ത്രസിദ്ധി ഉണ്ടാകും. അപ്പൊ മന്ത്രശക്തി വർദ്ധിക്കുന്നതിനനുസരിച്ച് ജപിക്കുന്ന ആളിന്റെ ശരീരം മന്ത്രമയമായിട്ട് തീരും. അല്ലെ? അപ്പൊ നമ്മൾ പറയില്ലേ ഓരോന്നിനും ഓരോ ശക്തി ഉണ്ടെന്ന്. ഈ പ്രപഞ്ചത്തിൽ ജീവിക്കണമെങ്കിൽ എന്താ പറയാ, നമുക്ക് പണം വേണം, പണത്തിന്റെ ശക്തി. പണം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല, പണത്തിന് ഭയങ്കര ശക്തിയാണെന്ന് പറയും, ഇല്ലേ? അത് ഓക്കെ, കുറച്ച് പണം വേണം ജീവിക്കാൻ. ബന്ധുശക്തി എന്ന് പറയും. ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അതൊരു ബലമാണ്, അല്ലെ? നമുക്ക് ഒരുപാട് ബന്ധുക്കൾ വേണം, ഒരുപാട് കാര്യങ്ങൾ നടത്തി തരും. ഇങ്ങനെ നമ്മള് എന്താ പറയാ, നമ്മുടെ സ്ഥാനമാനങ്ങളുടെ ശക്തി പറയും. ഇന്ന പൊസിഷനിൽ ഇരുന്നാൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ ഇതുവരെ ഈ വ്യാവഹാരിക ജീവിതത്തിൽ കേട്ടിട്ടുള്ളത്, അല്ലെ? മണി, പൊസിഷൻ, പവർ എന്നൊക്കെ പറയാറുണ്ട്. ഇതിനൊക്കെ വളരെ ശക്തിയുണ്ട്. എവിടെയാ? നിസ്സാരമായിരിക്കുന്ന ഈ പറയുന്ന ഭൂലോകത്തിലെ കുറച്ച് കാര്യങ്ങൾക്ക് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാല് മനസ്സിനെ ത്രാണനം ചെയ്യുന്ന ആ ഏത് മന്ത്രത്തെ ജപിച്ചാൽ മനസ്സിന് ബലം കിട്ടുമോ, ഈ മന്ത്രശക്തി ഒരു മരമായിട്ട് വളർന്ന് അതിൽ നിന്ന് സദ്ഫലങ്ങൾ തരുമോ, ആ മന്ത്രമാണ് അമ്മയുടെ ഹ്രീംകാരം. കാരണം ഇത് രക്ഷിക്കാത്തതായിട്ട് എന്താ ഉള്ളത്? എനിക്കിവിടെ ഈ പറയുന്ന ബന്ധുബലവും പണവും ഇതിനകത്ത് ഇവിടെ എന്താ എനിക്ക് വേണ്ടത്? അമ്മയുടെ ഈ ഒരു മന്ത്രം ജപിച്ചാൽ എനിക്ക് എന്താ ഇവിടെ കിട്ടാത്തതെന്ന് ചോദിക്കുക. കാരണം നമുക്ക് അറിയാവുന്ന ശക്തിയെക്കാളും എത്രയോ അപ്പുറത്തുള്ള ഒരു ശക്തിയാണ് ഇതിനകത്തിരിക്കുന്നത്. ഇതാണ് ത്രാണനം ചെയ്യുന്ന ശക്തി. മന്ത്രം ജപിച്ചാൽ എന്താ? മന്ത്രശക്തി ആ മന്ത്രശക്തിയോട് താരതമ്യപ്പെടുത്താൻ ഈ ബാഹ്യമായിട്ടിരിക്കുന്ന കിട്ടുന്ന ഫലങ്ങൾ ഒന്നും എന്താ പറയാ താരതമ്യപ്പെടുത്താൻ പോലും പറ്റില്ല ഈ ഒരു മന്ത്രം ജപിച്ചാൽ കിട്ടുന്ന ശക്തി എന്നർത്ഥം. ത്രം എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ രക്ഷിക്കുന്നത്, ത്രായതേ, അതിൽ നിന്നാണ് ഈ ത്രം എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നതെന്ന അർത്ഥം. മൽ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നത്. അപ്പോ ദേവിയെ ചിന്തിച്ചുകൊണ്ട് ഈ മന്ത്രം സ്ഥിരമായിട്ട് ജപിച്ചാൽ പ്രതിദിനമുള്ള ജപം ചെയ്യുന്നവർക്ക് അതനുസരിച്ച് ശക്തി വർദ്ധിക്കും എന്ന് പറയുന്നു. അപ്പോ ത്രായതേ ഇതി മന്ത്ര ആരാണോ ജപിക്കുന്നത് അവനെ രക്ഷിക്കുന്നത് മാത്രമല്ല, അവർക്ക് സദ്ഫലങ്ങൾ കൊടുക്കുന്നതും കൂടെയാണ് ഈ മന്ത്രം. മനസ്സിന് ആ ഒരു എന്താ പറയാ അപരിമേയമായിട്ടുള്ള ഒരു ബലം കിട്ടും. കാരണം മനസ്സിന് ബലം ഇല്ലെങ്കിൽ ഇനിയിപ്പോ എത്ര ബന്ധുബലം ഉണ്ടെങ്കിലും പണത്തിന്റെ ബലം ഉണ്ടെങ്കിലും സ്ഥാനമാനം ഉണ്ടെങ്കിലും എന്താ മനസ്സിന് ബലം ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിന്റെ പുറത്തിറങ്ങത്തില്ല, അല്ലെ? പേടിച്ച് വീട്ടിന് അതെന്തെങ്കിലും ചെയ്യാനുള്ള കർമ്മശേഷി ഉണ്ടാവുമോ? ഇതിനൊക്കെ പ്രേരണ കൊടുക്കുന്ന ശക്തി എവിടുന്നാ? മനസ്സാണ്, അല്ലെ? അപ്പോ മനസ്സിന് അപാരമായിട്ട് ബലം കൊടുക്കുന്ന ഒരു മന്ത്രമാണ് അമ്മയുടെ ഈ ഹ്രീംകാരം. ഇത് മനുഷ്യന് മാത്രം കിട്ടിയ അനുഗ്രഹമാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പൊ ദേവിയോട് പറയാണ്, ഹേ ത്രിപുരാധിവാസേ, ഹ്രീം ഹ്രീം എന്ന് ജപിക്കുന്നവന്, പ്രതിദിനം ജപിക്കുന്നവർക്ക്, ആ തിരുനാമത്തെ ജപിക്കുന്ന ഒരു മനുഷ്യന് ഈ ലോകത്തില് ഈ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ എന്താ പറയാ ദുർലഭം, എന്താണ്, വേറെ എന്ത് കിട്ടിക്കൂടാ, ദുർലഭം എന്ന് പറഞ്ഞാൽ കിട്ടാത്തതായിട്ട് എന്തുണ്ടെന്നാ ചോദിക്കുന്നത്. അപ്പോ ഈ ജപിക്കാത്തവർക്കോ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഗെറ്റ്. കഷ്ടപ്പെട്ട് നമ്മള് എന്താ പറയാ പലതും നേടിയെടുക്കണം. പക്ഷെ ഈ മന്ത്രം ജപിക്കുന്നവനോ വളരെ എളുപ്പത്തില് കിട്ടാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ഇനി ഈ ഹ്രീംകാര്യത്തെ നമുക്ക് എങ്ങനെയാ അതിന് മന്ത്രശക്തി കിട്ടുക? അത് വളരെ ബുദ്ധിമുട്ടി നമ്മൾ അടയണം. കാരണം നമ്മളെ ചെറിയ കാര്യമല്ല ഹ്രീംകാരം. ഗുരുപദേശത്തോടു കൂടി കിട്ടി നമ്മൾ അതിനെ ഇത്ര ഉരു ജപിച്ച് മന്ത്രത്തെ നമ്മൾ എന്താ പറയാ പുഷ്ടിപ്പെടുത്തി തൃപ്തിപ്പെടുത്തി മന്ത്രസിദ്ധി ഉണ്ടാക്കണം. അത് നിസ്സാര കാര്യമല്ല. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദേവി തരാത്തതായിട്ട് യാതൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോ ഒരു വ്യക്തിക്ക് ഹ്രീം ജപിച്ച് അമ്മയെ അടയാൻ എന്താണ് പ്രയാസം, ഇല്ലേ? സർവം സുലഭം എന്ന് പറയണു. കാരണം ഹ്രീം ജപിക്കുന്ന ഒരാൾക്ക് അമ്മയുടെ അടുത്ത് എത്താൻ എളുപ്പമാണ്. അപ്പോ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ ഉൾപ്പെടെ എന്ത് വേണമെങ്കിലും എന്ത് അർത്ഥം ചോദിച്ചാലും ആ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതിൽ മോക്ഷം ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ചോദിക്കാറുണ്ട്, അല്ലേ? ഇനി ഈ മോക്ഷം ഉൾപ്പെടെ ചോദിച്ചാലും അമ്മ തരും. കാരണം ആ മന്ത്രബലം അത്രയ്ക്ക് ആ ഒരു അദൃഷ്ട ശക്തിയെ നമ്മുടെ ഉള്ളില് അനുഗ്രഹം കൊടുക്കാനായിട്ട് കൂടുതൽ കൂടുതൽ വളർത്തിക്കൊണ്ടുവരും. അദൃഷ്ട ശക്തി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനസ്സിന്റെ ശക്തിയാണ് അദൃഷ്ട ശക്തി. നമുക്ക് ദൃഷ്ടമല്ലാത്തത്, കാണാൻ പറ്റാത്ത ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോ ആ മന്ത്രബലം അത്രയ്ക്കാണ് ഹ്രീംകാരത്തിന്റെ ആ അദൃഷ്ട ശക്തിയെ വളർത്തി ഒരു കൊച്ചു കുഞ്ഞിന് അനുഗ്രഹം കൊടുക്കാൻ ഇപ്പൊ ബാലയ്ക്ക് പറ്റും. അതേസമയം ഒരു സാധാരണ കുഞ്ഞിന് ഒരു വലിയ കാര്യം ചെയ്യാൻ പറ്റില്ല, അല്ലെ? ഒരു വലിയ പാത്രം എടുത്ത് പൊക്കാനോ പറ്റില്ല, ഒരു 3 or 4 വയസ്സുള്ള. അതേസമയം 20 വയസ്സായാലും നിസ്സാരമായിട്ട് എടുത്ത് പൊക്കാം.
അതുപോലെ ഇത് വിതയ്ക്കുമ്പോൾ ഈ ഹ്രീംകാരം എന്ന് പറയുന്ന വിത്ത് കുഴിച്ചിടുമ്പോൾ ചിലപ്പോൾ പറ്റില്ല. അതിന് നമ്മൾ വളവും വെള്ളവും ഒഴിച്ച് ജപിച്ച് 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 അതിന് മന്ത്രസിദ്ധി വരുത്തി അതൊരു വലിയ മരമായിട്ട് വൃക്ഷമായിട്ട് വളർന്നാൽ അതിന് സാധിക്കാത്തതായിട്ട് ഈ പ്രപഞ്ചത്തില് യാതൊന്നുമില്ല. അപ്പൊ ഈ ഭുവനേശ്വരിയുടെ ഈ ബീജമന്ത്രം നിരന്തരം ജപിക്കുന്നവർക്ക് എന്താ പറയാ, ദേവി എന്തൊക്കെ കൊടുക്കുന്ന പറയണത് ഇതിന്റെ ധ്യാന ശ്ലോകത്തിൽ പറയണു. മാലകള്, കിരീട മാലകള്, രാജപദവി, ഭൂമിദേവി. എന്താ ഭൂമിദേവി പോലും കൊടുക്കുന്നു. ഭൂമിയിൽ നിന്നാണ് രത്നങ്ങള്, പെട്രോള് തുടങ്ങി നമുക്ക് ഐശ്വര്യങ്ങളുള്ള എല്ലാ വസ്തുക്കളും കിട്ടുന്ന ഭൂമിയിൽ നിന്നാണ്. അപ്പൊ ഭൂമിയെ പോലും കൊടുക്കുന്ന പറയുന്നത്. ലക്ഷ്മി ദേവിയും ധനലക്ഷ്മിയും സ്വയമേവ അവര് വന്ന് സേവിക്കും ഇത് ജപിക്കുന്ന ഒരാളിനെ. കാരണം അത്രയ്ക്ക് ഉയർന്ന ഒരു മന്ത്രമാണിത്. അപ്പോ ലക്ഷ്മി ദേവിയും ധനലക്ഷ്മിയും സ്വയമേവ വന്ന് സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ ഐശ്വര്യങ്ങളും തികഞ്ഞതായിട്ട് തീരും. തന്റെ ആ നിയതമായിരിക്കുന്ന ധാർമ്മിക കർമ്മങ്ങൾ ചെയ്ത് ഈ മന്ത്രം ജപിച്ച് കഴിയുന്നവരെ എന്താ പറയാ, ജനങ്ങൾ എല്ലാവരും സേവിക്കും. ഇപ്പൊ തന്ത്രശാസ്ത്രങ്ങൾ പഠിക്കണം, ആ ജപം ചെയ്യണമെങ്കിൽ എല്ലാം എന്താ പറയാ, എല്ലാ ശക്തിയും തനിയെ വന്നു ചേരില്ല. ഇതെങ്ങനെ ജപിക്കണം, എന്തറിഞ്ഞ് ജപിക്കണം, ഇതിന്റെ ഭാവം എന്താണ്, ഇതിന്റെ അടിസ്ഥാന ദേവത ആരാണ്, ഇതെല്ലാം അറിഞ്ഞു വേണം നമ്മൾ ജപിക്കാൻ, അല്ലെ? അപ്പൊ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഇതൊക്കെ പഠിക്കാനും കേൾക്കാനും അറിയാനും പറ്റൂ. അറിയാതെ ചുമ്മാ ഒരു വഴി കൂടെ പോരുന്ന ആളെ ഹ്രീം ഹ്രീം എന്ന് ജപിച്ചാൽ പറ്റില്ല. ഇവർക്ക് എന്താ വേണ്ടേ, ആ ഒരു ഗുരുവിന്റെ പാതയിൽ വന്നിട്ടുള്ള ആ ഒരു ദേവിയെ ഉപാസിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് അറിഞ്ഞ് ഈ ഹ്രീം മന്ത്രത്തിന്റെ അർത്ഥം അറിഞ്ഞ് ഇതിന്റെ ആ ഒരു അടിസ്ഥാന ദേവത അറിഞ്ഞാല് തീർച്ചയായിട്ടും സാധാരണ ഒരു വ്യക്തിക്ക് ശ്രീവിദ്യാ ഉപാസന തന്നെ വേണമെന്നില്ല, അല്ലാത്ത ഒരു വ്യക്തിക്ക് പോലും ഇത് അറിയുന്ന വ്യക്തിക്ക്, അപ്പൊ അതിന് നിസ്സാരമായിട്ട് എവിടെയെങ്കിലും ഇരുന്നാൽ പറ്റില്ല, അല്ലെ? അതിന്റെ സത്സംഗങ്ങൾ കേട്ട് അതിന്റെ അർത്ഥം അറിഞ്ഞാൽ അവർക്കും ഹ്രീംകാര മന്ത്രം എടുത്ത് ജപിക്കാം. തീർച്ചയായിട്ടും ഇതെല്ലാം അവർക്കും ദേവി കൊടുക്കുന്ന അനുഗ്രഹമാണ്, അവർക്കും കൊടുക്കും. അതിന് ശ്രീവിദ്യാ ദീക്ഷ മാത്രം വേണമെന്നില്ല. ഹ്രീംകാരം ജപിക്കണമെങ്കിൽ എന്താ പറയുക, ഒരു ലേമന് പറ്റില്ല എന്ന് പറയുന്നു. കാരണം എന്താ, അതിനകത്ത് ഒരുപാട് അർത്ഥമുണ്ട്, ഒരുപാട്. കാരണം അത് വളരാൻ തുടങ്ങിയാൽ അറിഞ്ഞൂടാത്ത ഒരാളിന് അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാൻ പറ്റില്ല. ഹ്രീംകാരത്തിന്റെ അർത്ഥം നമ്മൾ ഇനി നോക്കുന്നുണ്ട്, ഹ്രീംകാരത്തിന്റെ തത്വവും അറിയുന്നുണ്ട്. അപ്പൊ അത് നിസ്സാരമായ ഒരു കാര്യമല്ല. പ്രപഞ്ചത്തെ മുഴുവനും ഒരു ചെറിയ അക്ഷരത്തിനകത്ത് ഒതുക്കി വെച്ചിരിക്കുക. അപ്പൊ ദേവിയുടെ അനുഗ്രഹം ഉള്ളവർക്ക് അത് കേൾക്കാനും ജപിക്കാനും സാധ്യമുള്ളൂ എന്നർത്ഥം. അപ്പൊ കാരണം ഒരു മന്ത്രത്തിന്റെ ശക്തി അത്ര വലുതാണ്. അപ്പോ ഹ്രീം ഹ്രീം എന്ന് പറയുന്നത് ഭുവനേശ്വരി ദേവിയുടെ ആ ഒരു എന്താ പറയാ ബീജമന്ത്രമാണ്. ഇനി എന്താണ് അമ്മയുടെ ധ്യാന ശ്ലോകം? ആ ദേവിയുടെ 2 വരിയുള്ള ഒരു ധ്യാന ശ്ലോകം നമുക്കൊന്ന് നോക്കാം. ഉദ്യദ്ഭാനു ഉദ്യദ്ദിന ഉദ്യദ്ദിന ദ്യുതി ഇന്ദു കിരീടാം തുംഗകുജാം നയനത്രയുതാം സ്മേരമുഖീം വരദാം വരദാങ്കുശ പാശ ഭീതി കരാം പ്രഭജത് ഭുവനേശ്വരി. അപ്പോ ദേവിയെ അമ്മയെന്നാണ് വിളിക്കുന്നത്, അല്ലെ? അമ്മയുടെ ആ ഒരു ഭുവനേശ്വരിയുടെ ആ ദേവി പരാശക്തി എന്ന് വിളിച്ചുകൊണ്ട്, അല്ലയോ അംബികെ, ഭുവനേശ്വരി, അംബ എന്നൊക്കെ വിളിച്ചിട്ട് പറയണ പരാശക്തിയായിരിക്കുന്ന ദശമഹാവിദ്യകളിൽ ഒരാളാണ് ഭുവനേശ്വരി. അമ്മ എങ്ങനെയാണ് ആ എല്ലാ ഭുവനങ്ങൾക്കും ഈശ്വരിയായിട്ടിരിക്കുന്നവളെ, ജഗന്മാത, അമ്മയെ ഞാനിതാ നമസ്കരിക്കുന്നു. ദേവിയുടെ പ്രകാശം എങ്ങനെയാണ്? ഉദ്യത് ദിനകര ദ്യുതി ഇന്ദു കിരീടാം. ഉദ്യത് ദിനകരൻ, ഉദിച്ചു വരുന്ന സൂര്യന്റെ പ്രകാശത്തോടു കൂടിയിരിക്കുന്നവളെ, ഒളി നിറഞ്ഞവൾ. അപ്പൊ ദേവിയുടെ പ്രകാശം എങ്ങനെ? ഇപ്പൊ നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ ഉദ്യത് ഭാനു സഹസ്രാഭ, അതുപോലെ പറയാണ് ദേവിയുടെ പ്രകാശം ഉദിക്കുന്ന സൂര്യനെ പോലെ ഒളി നിറഞ്ഞതാണ്. ഉദ്യത് ഭാനു സഹസ്രാഭ എന്ന ലളിതാ സഹസ്രനാമത്തിൽ ലളിതാദേവിയെ പറയുന്നെങ്കിൽ ദേവിയുടെ അതേ ഭുവനേശ്വരി ഫോം എന്താ? അമ്മയുടെ വേറൊരു മുഖമാണെന്ന് മാത്രമേ ഉള്ളൂ. ജപാകുസുമ സങ്കാശം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, വിടർന്ന ചെമ്പരത്തി പൂവിന്റെ നിറം. അതുപോലെ ഇവിടെ ദേവിക്ക് ദേവി ഉദിച്ചു വരുന്ന, അതായത് ആ ഒരു ഉദിച്ചു വരുന്ന സൂര്യനെ പോലെയുള്ള ഇന്ദു കിരീടത്തോട് കൂടിയവൾ. ദേവിയുടെ പ്രകാശത്തെ കുറിച്ച് അവിടെ പറയുന്നത്. അപ്പൊ ഈ പറയുന്ന നിറം, അതായത് ചുവന്ന നിറം ലളിതാ ത്രിപുര സുന്ദരിക്കും ഭുവനേശ്വരിക്കും ഒന്നാണ് എന്ന് പറയുകയാണ്. ചെമ്പരത്തി പൂവിന്റെ കാന്തിയോട്, മറ്റത് ലളിതാ ത്രിപുര സുന്ദരിക്ക് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള റെഡ്, ഉദിച്ചു വരുന്ന സൂര്യന്റെ നിറം. ഇത് കുറച്ച് വ്യത്യാസം, കുറച്ചുകൂടെ ഡാർക്ക് ആയിരിക്കുന്ന, അതായത് ചെമ്പരത്തി പൂവിന്റെ കാന്തിയോട് കൂടിയവൾ, ചുവപ്പായിരിക്കുന്നവൾ എന്നർത്ഥം. അപ്പൊ ദേവി തന്റെ ശിരസിലെ കിരീടത്തില് ചന്ദ്രഖണ്ഡം ധരിച്ചിരിക്കുന്നു, ചന്ദ്രക്കല ധരിച്ചിരിക്കുന്നു. അർദ്ധചന്ദ്രനെ അംബികയുടെ കിരീടത്തിൽ നമ്മൾ ധ്യാനിക്കണം. പിന്നെ ത്രിനേത്രത്തോടു കൂടി 3 കണ്ണുകള്,
സൂര്യൻ, ചന്ദ്രൻ, അഗ്നി. അപ്പൊ ഇനി ഒരു കണ്ണ് വേദശാസ്ത്രത്തിന്റെ ശബ്ദമായിട്ട് പറയാറ്. സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാല് ചിലര് പറയാറുണ്ട് വേദശാസ്ത്രങ്ങളാണ് അമ്മയുടെ മൂന്നാമത്തെ കണ്ണ്. അഗ്നി എന്ന് പറഞ്ഞാൽ അറിവെന്നാണ് അർത്ഥം, അല്ലെ? വേദശാസ്ത്രങ്ങളെല്ലാം തന്നെ എന്തിന്റെ പ്രതിരൂപമാണ്? അറിവിന്റെ. അപ്പൊ എന്തിലാണോ നമ്മൾ ഹോമിക്കുന്നത്, നമ്മുടെ ഈ പറയുന്ന എന്താ ഇല്യൂഷൻസ് അല്ലെങ്കിൽ മായ, ജ്ഞാനാഗ്നിയിലാണ് ഹോമിക്കുന്നത്. അപ്പൊ ദേവിയുടെ മൂന്നാമത്തെ കണ്ണ് വേദങ്ങളാണ് അല്ലെങ്കിൽ ശാസ്ത്രങ്ങളാണെന്ന് പറഞ്ഞാൽ ജ്ഞാന കണ്ണാണ് എന്നർത്ഥം. ജ്ഞാനമാകുന്ന അഗ്നിയാണ് അമ്മയുടെ മൂന്നാമത്തെ കണ്ണ്. അത് അനുമാന പ്രമാണമാണ്. മൂന്നാം കണ്ണ് അനുഭവമാണെന്ന് പറയാറുണ്ട്. കാരണം എപ്പോഴാണോ നമുക്ക് ജ്ഞാനം ഉദിക്കുന്നത് അപ്പൊ മൂന്നാം കണ്ണ് തുറന്നു, അല്ലെ? ഗുരു വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ കണ്ണ് തുറക്കുന്നു പറയാറുണ്ട്. സൂര്യൻ ഉദിക്കുന്ന പോലെ ഗുരു തന്റെ അജ്ഞാനങ്ങളെ മാറ്റി അറിവ് കൊടുക്കുമ്പോൾ അവന്റെ മൂന്നാം കണ്ണ് തുറന്നു. അപ്പൊ മൂന്നാം കണ്ണെന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അവനവന്റെ ഉള്ളിൽ വരുന്ന അനുഭവമാണ്. കാരണം നമ്മൾ എന്തിലൊക്കെയാണോ കുരുങ്ങിയിരുന്നത് അതൊന്നും സത്യമല്ല. ശരിയായിട്ടുള്ള വസ്തുക്കൾ, പാമ്പ് കയറല്ല, അത് കയറ് പാമ്പല്ല, അല്ലെ? വെളിച്ചം വന്നപ്പോ നമുക്ക് എങ്ങനെയാണോ സത്യങ്ങൾ മനസ്സിലായത് അതുപോലെ നമ്മുടെ ഉള്ളില് ഇതുവരെ ഉണ്ടായിരുന്ന അജ്ഞാനങ്ങൾ മാറി അറിവിന്റെ വെളിച്ചം വന്നു എന്നർത്ഥം. അതാണ് മൂന്നാം കണ്ണ്. അനുമാന പ്രമാണം, അനുഭവം എന്നൊക്കെ പറയാൻ കാരണം അത് ശ്രുതിയുക്തി അനുഭവമാണ്. ഇത് പഠിക്കുന്ന ഒരു വ്യക്തിക്ക്, ശാസ്ത്രങ്ങൾ പഠിച്ച് ജ്ഞാനത്തിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവമാണ് ജ്ഞാനം. ആ ഒരു മൂന്നാമത്തെ കണ്ണിന്റെ തുറക്കൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ മൂന്നാമത്തെ ഡയമെൻഷൻ എന്ന് പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെയെല്ലാം നമ്മൾ ഭാവന ചെയ്യണു അമ്മേ. ഇപ്പൊ പലവിധമായിട്ടുള്ള രത്നങ്ങൾ പതിച്ച കുണ്ടലങ്ങൾ ധരിച്ച് താമരയിലിരിക്കുന്ന, അപ്പോ ആ കഴുത്തിലെ ഹാരങ്ങളൊക്കെ ധരിച്ച് ഇടുപ്പില് തങ്ക ഉദ്യാനം ധരിച്ച് കയ്യില് രത്നഖചിതമായിരിക്കുന്ന വളകൾ ധരിച്ച് വിചിത്രമായിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ച് പലവിധമായ പുഷ്പങ്ങള് വർണ്ണങ്ങളുള്ള മനോഹരമായിരിക്കുന്ന വസ്ത്രം ധരിച്ചിരിക്കുന്ന അല്ലയോ അമ്മേ, അമ്മ അതീവ സുന്ദരിയാണ് എന്നർത്ഥം. ഇങ്ങനെയുള്ള അംബികയുടെ കയ്യിൽ എന്തൊക്കെയാണ് ഇരിക്കുന്നത്? പാശം, അങ്കുശം. ഇത് രണ്ടും നമ്മുടെ ലളിതാ ത്രിപുര സുന്ദരിയുടെ കയ്യിലും ഉണ്ടല്ലേ? പാശാങ്കുശം. അമ്മയുടെ രണ്ട് കയ്യിൽ, ഒരു കയ്യില്, മറ്റേ കൈകളിൽ, താഴത്തെ കൈകളില് അഭയം, ഒരു കയ്യില് വരദമുദ്രയും ധരിച്ചിരിക്കുന്നു. അപ്പൊ അഭയവരദം എന്നാൽ ഏത് ഈ ലളിതാ ത്രിപുര സുന്ദരിയുടെ കയ്യില് എന്താണ്? പാശാങ്കുശം, ആ ഒരു പുഷ്പബാണങ്ങളും ഇക്ഷു കോദണ്ഡവും പാശവും അങ്കുശമാണ് ഇരിക്കുന്ന അമ്മയ്ക്ക്. അമ്മയുടെ കാലുകളാണ് നമ്മൾ അഭയമായിട്ട് കൊടുക്കുന്നത്, അല്ലെ? അമ്മയുടെ കാലിൽ ആര് നമസ്കരിക്കുന്നു? നമജ്ജന തമോ ഗുണ. ആരാണോ അമ്മയുടെ കാലിൽ നമസ്കരിക്കുന്നത് അവരുടെ തമോ ഗുണത്തെ ഇല്ലാതാക്കുന്നതാണ് ലളിതാദേവിയുടെ കാലുകൾ. ഇവിടെയോ ഭുവനേശ്വരിയായിരിക്കുന്ന ദേവി, സൃഷ്ട പ്രപഞ്ചത്തിന്റെ നാഥയായിരിക്കുന്ന ദേവി ഇപ്പൊ എന്താ വെച്ചിരിക്കുന്നത്? അഭയവും വരദവും. അപ്പൊ അഭയവരദം എന്നാൽ ഞാൻ രക്ഷിക്കാം. കാരണം ഇപ്പൊ നമുക്ക് രക്ഷിക്കേണ്ട ആവശ്യം എപ്പോഴാ? ശരീരം ഉള്ളപ്പോഴാ, ഇല്ലേ? അല്ലാതെ ശരീരം ഇല്ലാത്ത ഒരവസ്ഥയിൽ നമ്മളെ രക്ഷിക്കേണ്ട ആവശ്യമില്ല. ഈ സ്ഥിതികാരകനായിരിക്കുന്ന ആ ഒരു മഹാവിഷ്ണു എന്താ പറയാ, കയ്യില് 4 എന്താ പറയാ ശംഖ, ചക്രം, ഗദ, പത്മം ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. എന്നാ ഭുവനേശ്വരി ആയിരിക്കുന്ന ദേവി പറയണു അമ്മയാണ്, ഇല്ലേ? അമ്മയാണ് മക്കളോട് പറയുന്ന പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് തരേണ്ടതൊക്കെ ഞാൻ തന്നോളാം. ദേവി കയ്യിൽ എന്താ? ഒരു കൈ വരദമുദ്രയും ഒരു കൈ അഭയമുദ്രയുമാണ് ധരിച്ചിരിക്കുന്നത്. അപ്പൊ അഭയവരദം എന്നാൽ ഞാൻ രക്ഷിക്കും, ഭയപ്പെടേണ്ട, വേണ്ടതെല്ലാം ഞാൻ തരാമെന്ന് അർത്ഥം. അപ്പൊ മേൽക്കൈയിൽ രാഗസ്വരൂപമായിരിക്കുന്ന, അറ്റാച്ച്മെന്റിന്റെ രൂപമായിരിക്കുന്ന പാശം, ഒരു കൈയില് ക്രോധത്തിന്റെ രൂപമായിരിക്കുന്ന അങ്കുശം. ആ ദേവിയെ ലളിതാ ത്രിപുര സുന്ദരിയെ പോലെ തന്നെ ഇവിടെ എന്താണ്? ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ആണ്, അല്ലെ? കാമം, ക്രോധം ഇവയാണ് ഈ പറഞ്ഞ അതിനെല്ലാം ജയിച്ചവൾ. അപ്പൊ കാമക്രോധത്തിനെ നിയന്ത്രിക്കുന്നതാണ്. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം, കാമം എന്ന് പറഞ്ഞാൽ പാശം കൊണ്ട് എല്ലാത്തിനെയും കെട്ടിവെക്കുക. അപ്പൊ അതിനെ നിയന്ത്രിക്കുന്ന തോട്ടി കയ്യിൽ വെച്ചിരിക്കുന്നു അങ്കുശം. അപ്പൊ ഈ നമ്മുടെ കാമക്രോധം വരാൻ കാരണം ഒന്നിനോടുള്ള ആഗ്രഹം, ലൈക്സ് ആണ്, അല്ലെ? അത് കിട്ടാതിരിക്കുമ്പോൾ അതിനോടുള്ള ഡിസ്ലൈക്ക്, നമുക്ക് അതിന് തടസ്സമായിട്ട് നിന്നവരോടും നിന്ന വസ്തുക്കളോടുമുള്ള ദേഷ്യം. അപ്പൊ ഇത് രണ്ടുമാണ് അമ്മയുടെ പാശവും അങ്കുശവും. അപ്പൊ അങ്ങനെ മനോഹരമായിരിക്കുന്ന ഒരു താമരപ്പൂവിലിരിക്കുന്ന രൂപമാണ്. സർവാഭരണ ഭൂഷിതയായിട്ട് 4 തൃക്കൈകളോടുകൂടി എല്ലാവരുടെയും ജഗന്മാതാവായിട്ടിരിക്കുന്ന അമ്മ നമുക്ക് എല്ലാവരെയും അനുഗ്രഹം തരട്ടെ എന്നാണ് ധ്യാന ശ്ലോകം പറയുന്നത്. ഹ്രീം എന്ന് പറയുന്ന മന്ത്രത്തെ ശാക്തേയത്തിലെ ശക്തി പ്രണവം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇത് ഭുവനേശ്വരിയുടെ ബീജമന്ത്രാണ്. അപ്പൊ ഓം എങ്ങനെയാണോ വേദസാരമായിട്ടിരിക്കുന്നത്, ശാക്തേയത്തില് ഹ്രീംകാരത്തെ പറയുന്നതാണ് ശക്തി പ്രണവം. ഇപ്പൊ ഓംകാരം ജപിച്ചാൽ എന്തൊക്കെയാ ഉണ്ടാവുക? ചിത്തശുദ്ധി, അല്ലെ? മോക്ഷമൊക്കെ ലഭിക്കുമെങ്കിൽ
വേദത്തിന്റെ സാരം എന്ന ഗായത്രി മന്ത്രത്തിന്റെ സാരമായിരിക്കുന്ന സാവിത്രി മന്ത്രം, ഗായത്രിയുടെ സാരം ഏതാ? സാവിത്രിയാണ് അല്ലേ? അപ്പൊ സാവിത്രി മന്ത്രത്തിന്റെ സാരമാണ് ഓംകാരം. ഈ ഓംകാരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് മാത്രമായിട്ട് ജപിക്കുന്നത് സന്യാസികൾക്ക് മാത്രമേ അതിനെ ജപിക്കാൻ അർഹതയുള്ളൂ എന്ന് സാധാരണ പറയാറുള്ളത്. ഓംകാരം ബാക്കിയുള്ളവർക്കോ, ബാക്കിയുള്ള ഗൃഹസ്ഥാശ്രമികളെല്ലാം മറ്റുള്ള മന്ത്രത്തിന്റെ കൂടെ ഓംകാരം ചേർത്ത് ജപിക്കാം, അല്ലാതെ ഓംകാരം ഒറ്റയ്ക്ക് ജപിക്കാൻ പാടില്ല. അപ്പൊ ഈ ശാസ്ത്രങ്ങൾ പറയുന്ന അനുസരിച്ച് മറ്റു മന്ത്രങ്ങളോട് ചേർത്ത് ഓംകാരത്തെ നമുക്ക് ജപിക്കാം. എന്നാൽ ഹ്രീംകാരം എന്നാലോ, ഓംകാരം ജപിച്ച് എന്തൊക്കെ ലഭിക്കുമോ അതെല്ലാം ലഭിക്കണ മന്ത്രമാണ് ഹ്രീംകാരം. ഇപ്പൊ സൃഷ്ടിക്ക് കാരണം ഈ മന്ത്രമാണ്. കാരണം ഒരു വിത്ത് വിതച്ചാൽ അത് പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ ഈ പ്രപഞ്ചത്തിൽ തരും. ഇതിനെയാണ് നമ്മൾ മായാബീജം എന്ന് പറയുന്നത്. ലളിതാ സഹസ്രനാമത്തില് അമ്മയ്ക്കൊരു പേര്, അമ്മയ്ക്ക് 1-2 പേരുകളുണ്ട്. ഏതൊക്കെയാ? മഹാമായ, ഭുവനേശ്വരി, ഹ്രീംകാരി, ഇങ്ങനെയൊക്കെ ലളിതാ സഹസ്രനാമത്തില് ദേവിയെ വിളിക്കുന്ന ഇതാണ്. പാബ്രഹ്മ ഗീഡ ജനനി, വർണ്ണാശ്രമ വിധായിനി, നിജാജ്ഞാരൂപ നിഗമ, പുണ്യാപുണ്യ ഫലപ്രദ, ശ്രുതി സീമന്തീകൃത സിന്ദൂരീകൃത പാദാബ്ജ ധൂളിക, സകലാഗമ സന്തോഹ ശുക്തി സമ്പുട മൗത്തിക, പുരുഷാർത്ഥപ്രദ പൂർണ്ണ ഭോഗിനി ഭുവനേശ്വരി. അവിടെ നാമം വരുന്ന എന്താണ്? ഭുവനേശ്വരി. അപ്പോ ഹ്രീംകാരി, ഹ്രീമതി, ഹൃദ്യ, ഹേയോപാദേയ വർജിത, ലളിതാ സഹസ്രനാമം. അപ്പൊ ഈ ഭുവനേശ്വരി ആരാണ്? സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി തന്നെയാണ് അല്ലെ? അമ്മ ത്രിപുര ഈ ഭുവനേശ്വരി രൂപത്തിൽ ഇരിക്കുന്നെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹ്രീംകാരി, ഭുവനേശ്വരി, ഹ്രീമതി, മഹാമായ, ഇതെല്ലാം ഭുവനേശ്വരിയുടെ നാമങ്ങളാണ്. ഇത് ലളിതാ സഹസ്രനാമത്തിൽ പറയാൻ കാരണം എന്താ? ഇവര് രണ്ടുപേരും വേറെ അല്ല. കാരണം ഹ്രീം എന്നാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹകാരം, രേഭം എന്ന രകാരം, ഈംകാരം, പിന്നെ ഈ എന്ന് പറയുന്ന നമ്മൾ ബിന്ദു എന്ന് പറയുന്ന ഒരു പൂജ്യം അല്ലെ? ഇതിനെയാണ് ബിന്ദു, അനുസ്വാരം എന്ന് പറയും. ഇത് ചേർന്ന 4 എഴുത്തുകൾ ചേർന്നതാണ് ഹ്രീംകാരം. അല്ലാതെ നമ്മൾ ഏകാക്ഷരി മന്ത്രം എന്നൊക്കെ പറയുന്നെങ്കിലും ഇതിനകത്ത് ഓം എന്ന് പറഞ്ഞാൽ എന്താ? അകാര, ഉകാര, മകാരങ്ങൾ അല്ലെ? അതിന്റെ കൂടെ അർദ്ധചന്ദ്രൻ, ബിന്ദു, ഇത് ചേർന്നാണ് ഓംകാരം. അതുപോലെ ഹ്രീംകാരത്തില് ഈ 4 എണ്ണം ചേർന്നതാണ് എന്താ പറയാ ഹ്രീംകാരം എന്ന് പറയുന്ന ഏകാക്ഷരം. അതില് ഹകാരം എന്ന് പറഞ്ഞാല് ഹകാരമാണ് രകാരത്തിനും ഈങ്കാരത്തിനും ഉമ്മിനും ആധാരമായിരിക്കുന്നത്. അപ്പൊ ഹകാരം എന്ന് പറഞ്ഞാൽ എന്താ? ഹകാരം സാധാരണഗതിയിൽ ഏത് തന്ത്രശാസ്ത്രം എടുത്താലും ഹകാരം ശിവനാണ് അല്ലെ? ശക്തി, ശിവൻ ശക്തി, ഹാസ, ഹംസ ശിവസോഹം. അപ്പൊ ഹകാരം ശിവനെ തന്നെയാ കുറിക്കുന്നത്. പക്ഷേ ഭുവനേശ്വരി ബീജം എടുക്കുമ്പോൾ ഹകാരം ഹൃദയാകാശത്തെ കുറിക്കുന്നു. അപ്പൊ ഈ ഹൃദയാകാശം, ഭുവനേശ്വരി എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശക്തി, ആകാശം. ആകാശത്തിലാണ് ഈ കാണപ്പെടുന്നതെല്ലാം നിൽക്കുന്നത് അല്ലെ? അതുപോലെ നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം നിൽക്കുന്നത് എവിടെയാ? നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയാകാശത്തില്. അപ്പൊ ഈ ഹകാരത്തിൽ നിന്നാണ് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി അവസ്ഥകൾ ഉണ്ടാകുന്നതെന്ന് അർത്ഥം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥാസു സാക്ഷിഭൂതിയെ നമോ നമാന്ന്. ഈ 3 അവസ്ഥകൾ വരുന്നത് എവിടുന്നാണ്? ഈ ഹൃദയാകാശത്തിൽ നിന്നാണ്. അപ്പൊ ഭുവനേശ്വരി ഹ്രീംകാര മന്ത്ര സ്വരൂപമായിട്ടിരിക്കണു. ജഗത് മാതാവായിരിക്കുന്ന ഭുവനേശ്വരി എന്താ പറയാ ഹകാരമുള്ളത്, ആ ഹകാരം എന്നതുകൊണ്ട് ആകാശവും, രകാരം കൊണ്ട് അഗ്നിയും, ഈംകാരം കൊണ്ട് ജലത്തെയും സൃഷ്ടിച്ച് ആണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് പഞ്ചഭൂതങ്ങളും വന്നിരിക്കുന്നത് ഈ ഒരൊറ്റ മന്ത്രത്തിൽ നിന്നാണ്, ഹ്രീംകാരത്തിൽ നിന്നാണെന്ന് പറയുന്നു. അപ്പൊ ഹ്രീംകാര ജപം കൊണ്ട് സാധകന് അനേക സിദ്ധികൾ ലഭിക്കണം. ഭുവനേശ്വരി എന്നാൽ ഹ്രീം. ഇതിനെ മായാബീജം, ശക്തി ബീജം എന്നൊക്കെ പറയുന്നു. മായ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. കാരണം മായാബീജം എന്ന് പറയുമ്പോൾ മായ എന്താണെന്ന് അറിയണമല്ലോ. മായ 2 വിധത്തിലാണ് ഉള്ളത്. കാരണം ഒന്ന്, നമുക്ക് പണം, പദവി തുടങ്ങിയ വ്യാവഹാരിക തലത്തിൽ പൂർണ്ണമായിട്ട് മുഴുകിയിരിക്കുന്നത്, അതായത് പൂർണ്ണമായിട്ട് മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തി അല്ലെ? എന്നാൽ ഈ മന്ത്രം ജപിക്കുന്നവർക്ക് പ്രയാസം കൂടാതെ ഇവയെല്ലാം വന്നു ചേരും. പക്ഷെ ജപിക്കുന്നവന് നിത്യം അനിത്യം ഇവയെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം. കാരണം ഇത് അറിവില്ലാത്ത ഒരാൾ ഹ്രീംകാരം ജപിച്ചാൽ അതിന്റെ പ്രശ്നങ്ങളുണ്ട്. കാരണം വിദ്യാമായയ്ക്കും അവിദ്യാമായയ്ക്കും ഒരു എന്താ പറയാ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം വിദ്യാമായ നമുക്ക് അറിവിനെ തരും, അവിദ്യാമായ എന്ന് പറയുന്നത് എന്താ? ദുഃഖത്തെ തരും. കാരണം എന്ത് പദവിയും എന്താ പറയാ പണവും ഒക്കെ വന്നു ചേർന്നാലും ഈ വന്നു ചേരുന്നത് ഐശ്വര്യമായിട്ട് കാണെങ്കിലും അതിന്റെ പുറകെ ഒരു ക്ലേശവും ദുഃഖവും ഉണ്ടാവും. കാരണം അത് ധാർമ്മികമായിട്ടല്ല കിട്ടുന്നെങ്കിൽ അതിന്റെ പുറകിൽ ഒരു ദുഃഖം വരും അല്ലെ?
നമ്മളിപ്പോ കള്ളപ്പണം എടുത്തു, കള്ളപ്പണം നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചു, ഒരുപാട് പണം ഉണ്ടെന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുമ്പോൾ അതിന് റെയ്ഡ് വരും, പല പ്രശ്നങ്ങളും വരും, മാനഹാനി ഉണ്ടാകും, അതെല്ലാം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പൊ ഈ പറയുന്ന വിദ്യാമായും അവിദ്യമായും നല്ലതായിട്ട് അറിഞ്ഞിട്ട് വേണം നമ്മൾ അതിനെ എടുക്കാന്. അപ്പൊ അവിദ്യമായ എന്താ തരുന്നത്? നമുക്ക് ദുഃഖത്തെ തരുന്നതാണ്. വിദ്യയാണെങ്കിലോ അറിവ് കൊടുക്കുന്നതാണ്. അപ്പോ അശുദ്ധമായിരിക്കുന്ന അശുദ്ധമായ ശുദ്ധമായ രണ്ട് മായയുണ്ട്. ഇതിൽ ഏത് മായയാണ്? നമുക്ക് ഈ പറഞ്ഞ ഇതുവരെ നമ്മളെ ചുറ്റിയിരുന്ന ഏതാ? അശുദ്ധമായാണ്. കാരണം ഈ ശരീരമാണ് സത്യം എന്ന് പറഞ്ഞിരുന്നവരാണ് നമ്മളെല്ലാവരും, ഇല്ലേ? ശുദ്ധമായിരിക്കുന്ന മായ എപ്പോഴാണോ നമുക്ക് അറിവ് കിട്ടുന്നത്, അപ്പോഴാണ് നമ്മൾ ഉണരാൻ തുടങ്ങുന്നത്. ഇതുവരെ എല്ലാവരും അശുദ്ധിയിൽ നിന്ന് അപ്പൊ ഈ അശുദ്ധിയിൽ കിടക്കുന്ന നമ്മളെ എല്ലാവരും ശുദ്ധമാക്കണമെങ്കിൽ എന്ത് വേണം? ആ ശുദ്ധതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഹ്രീംകാര മന്ത്രജപം. ഉയർന്ന ബീജമാണ് ഭുവനേശ്വരി ബീജം എന്ന് പറയുന്നത്. അതായത് മായാ ബീജം എന്ന് പറയുന്ന ഈ വിദ്യയും അവിദ്യയും അടങ്ങിയ ഈ പ്രപഞ്ചത്തില് അതില് എന്താ പറയാ, അവിദ്യ നമുക്ക് ദുഃഖം തരുന്നു, വിദ്യ നമുക്ക് സുഖം തരുന്നു. അപ്പൊ ഇത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ധാർമ്മികമായിട്ടൊരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ഹ്രീംകാരം ജപിക്കുകയാണെങ്കിൽ അവനെ പൊതിഞ്ഞിരിക്കുന്ന അവിദ്യയാകുന്ന മായ, അവിദ്യ, കാരണം ഇതാണ് സത്യം, പ്രപഞ്ചമാണ് സത്യം എന്നുള്ള ആ മായയെ മാറ്റും. ആ ബീജമാണ്, എന്താ പറയാ, മറയെ മാറ്റാൻ സഹായിക്കുന്ന ബീജമാണ് ഈ ഹ്രീംകാരം. അപ്പോ അത് ആ ഭുവനേശ്വരി ബീജം എന്തൊക്കെയാ നമുക്ക് തരുന്നത്? മനഃശാന്തി തരും, അല്ലെ? ആ ഒരു എന്താ പറയാ, സ്ഥാനമാനങ്ങൾ തരും, എല്ലാം തരും, ആഗ്രഹ പൂർത്തീകരണം തരും. ആ വിദ്യാമായ ധാരാളം പുണ്യങ്ങള്, അതായത് നമുക്ക് സത്സംഗങ്ങള് അറ്റൻഡ് ചെയ്യാൻ പറ്റും, എല്ലാം നമുക്ക് ഈ ശക്തി ബീജം തരും. സത്സംഗങ്ങൾ എന്ന് പറഞ്ഞാല് ഈ പറയുന്ന വ്യക്തിയുമായിട്ടുള്ള സത്സംഗം മാത്രമല്ല, നമുക്ക് എന്താ പറയാ, ഒരു നല്ല കൂട്ടുകാരുടെ വലയം, നമുക്ക് സത്യത്തെ മനസ്സിലാക്കി തരുന്ന നല്ല നല്ല ആളുകൾ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഇത്, നല്ല പുസ്തകങ്ങൾ വായിക്കുക, ഈശ്വര അഭിമുഖമായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുക, ഇതെല്ലാം സത്സംഗം തന്നെയാണ്. സത്തിനോട്ടുള്ള പ്രയാണമാണ് സത്വമായിട്ടുള്ള സംഘം. സത്തിൽ ചേരാൻ, സത്തിൽ സംഘം ചെയ്യാനുള്ള യാത്രയാണ് സത്സംഗം, അല്ലെ? അപ്പൊ എന്താണ് സത്ത് എന്ന് പറഞ്ഞു തരുന്നതാണ് ഗുരു. അപ്പൊ ഈ സത്തിനെ അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാൻ പല വഴികളുണ്ട്. അതിൽ ഏത് സ്വീകരിച്ചാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഹ്രീംകാര മന്ത്രജപം എന്ന് പറയുന്നത്. കാരണം ഈ ശക്തി ബീജം നമുക്ക് മനസ്സിന് ബലം നൽകും, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി ഈ മന്ത്രം കൊടുക്കും. ഇതിനൊരു വേറൊരു പേരും കൂടെ ഉണ്ട്, ഹൃല്ലേഖ. അപ്പോ ഹൃല്ലേഖ എന്നുള്ള നാമത്തിൽ അറിയപ്പെടുന്ന ബീജമാണ് ഹ്രീംകാരം. അപ്പൊ മധുരയിലെ മീനാക്ഷി ദേവിയെ കുറിച്ച് സാക്ഷാൽ പരമശിവനായിരിക്കുന്ന സുന്ദരേശ്വര സ്വാമികള് എഴുതി വച്ചിരുന്നത് എന്താണ്? ഈ ഹൃല്ലേഖ മന്ത്രമാണ് എന്ന് കുമാരഗുരു എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം എഴുതിയ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? ഭഗവാൻ ശിവൻ തന്റെ ഭാര്യയായിട്ടിരിക്കുന്ന മീനാക്ഷിയെ കുറിച്ച് എഴുതിയ ആ അമ്മയുടെ പേര് എഴുതി വെച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃല്ലേഖ. അപ്പൊ ഹ്രീം മന്ത്രത്തിന് ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ ഭുവനേശ്വരി യന്ത്രത്തിന്റെ മധ്യഭാഗത്ത് എഴുതിയിരിക്കുന്ന മന്ത്രവും ഹൃല്ലേഖ എന്നാണ്. അപ്പൊ ഹൃല്ലേഖ മന്ത്രം എഴുതുന്നത് എന്താണ്? ഭുവനേശ്വരി എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഹ്രീംകാരം എന്നാണ് അർത്ഥം. അപ്പൊ മായാമൂർത്തിയായിരിക്കുന്ന ഈ പറയുന്ന ദേവിക്ക് അനേകം പേരുകളുണ്ട്. മായാമൂർത്തി, ശിവവല്ലരി, മാലിനി, കല, വാണി, ബീജശക്തി, കുണ്ടലിനി ശക്തി, ഇങ്ങനെ പല പേരുകളും ദേവിക്കുണ്ട്. ഇതെല്ലാം ഈ ഹ്രീംകാരത്തെയാണ് കുറിക്കുന്നത്. അപ്പൊ ശക്തി പഞ്ചാക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ? ഓം ഹ്രീം, ഇതാണ് ശക്തി പഞ്ചാക്ഷരം, അല്ലെ? നമ്മൾ ശക്തി പഞ്ചാക്ഷരം സാധാരണ പറയുമ്പോൾ ഓം ഹ്രീം നമഃശിവായ എന്ന് പറയും. വെറുതെ ഓം ഹ്രീം എന്ന് പറഞ്ഞാലും അത് ശക്തി പഞ്ചാക്ഷരമാണ്. കാരണം ഈ ഹ്രീംകാരം ഈ ഹ്രീംകാരം എന്ന് പറയുന്ന മന്ത്രം വേദങ്ങളിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറയപ്പെടുന്നു. ഇതിന്റെ ശക്തി ഒരു ശക്തോപനിഷത്തിൽ പറയുന്നത്, ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഉപനിഷദം, ഈശ്വരനിലേക്ക് കാണിച്ചു തരുന്ന വഴി, അല്ലെ? അപ്പൊ ത്രിപുര ഉപനിഷത്ത്, ത്രിപുര താപിനി ഉപനിഷത്ത്, ദേവി ഉപനിഷത്ത്, ഭാവന ഉപനിഷത്ത്, ഇതെല്ലാം തന്നെ ഈ ഹ്രീംകാരത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഭുവനേശ്വരിയെ കുറിച്ച് പറയുന്നത് ഈ ദേവിയെ ബ്രഹ്മരന്ധ്രത്തിലെ ബ്രഹ്മസ്വരൂപിണിയായിട്ട് അടയണം എന്നാണ്. ബ്രഹ്മരന്ധ്രം നമുക്കറിയാം, അല്ലെ? ശിവന്റെ സ്ഥലമാണ്, വാസസ്ഥലാണ് സഹസ്രാര പത്മം, അവിടെയാണ് ബ്രഹ്മരന്ധ്രം. അവിടെയാണ് അമ്മയെ കാണേണ്ടത്, ബ്രഹ്മസ്വരൂപിണിയായിട്ട് കാണണം. ഈ ദേവിയെ സഹസ്രാരത്തിന്റെ ബ്രഹ്മരന്ധ്രത്തിന് മുകളില് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി കടന്നിട്ട്, ഈ അവസ്ഥകളെല്ലാം ഹൃദയാകാശത്തിലാണ്. ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും എവിടെയാ? നമ്മുടെ ഹൃദയാകാശത്തിൽ. എന്നാൽ ഇത് കടന്ന് 4ാമത്തെ നിലയിലുള്ള തുരീയ അവസ്ഥയിൽ വേണം ഈ അമ്മയെ ഭജിക്കാൻ. കാരണം ബ്രഹ്മസ്വരൂപിണിയാണെന്ന് പറഞ്ഞു, അല്ലെ?
ബ്രഹ്മത്തെയാണ് നമ്മൾ പരശിവൻ, പരഭൈരവൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥലമാണ് സഹസ്രാര പത്മം. അവിടെ അമ്മ ബ്രഹ്മസ്വരൂപിണിയായിട്ടിരിക്കുന്നു. അപ്പൊ നാലാമത്തെ അവസ്ഥയിൽ ഇരിക്കുന്നവൾ, തുരീയ അവസ്ഥയിൽ ഇരിക്കുന്നവൾ. അപ്പൊ ഈ മഹാമായ ഈ മഹാമായ നമ്മളെ ഈ മന്ത്രം ജപിച്ചാൽ എന്താ ചെയ്യുന്ന അമ്മ? പാശത്തിൽ നിന്ന് നമ്മളെ കരകയറ്റും. പാശവിച്ഛേദിനിയാണ് അമ്മ. അപ്പോ എന്താ പറയാ, നമ്മള് കുട്ടികൾക്ക് കളിപ്പാട്ടം കൊടുക്കുന്ന പോലെ ദേവി നമുക്ക് എന്തൊക്കെയാ തരുന്നത്? പണം, പദവി, ബന്ധങ്ങളൊക്കെ കൊടുക്കും അല്ലേ? അപ്പൊ നമ്മള് ഈ പ്രപഞ്ചത്തിൽ വരുമ്പോ ഒരു അമ്മയ്ക്ക് എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, അമ്മയ്ക്ക് വീട്ടുജോലി ചെയ്യണമെങ്കിൽ അമ്മ പല പല കളിപ്പാട്ടങ്ങൾ ഇട്ട് കൊടുക്കും കുട്ടിക്ക്. കുട്ടി അത് കളിച്ചുകൊണ്ടിരിക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ കുട്ടിക്ക് അതെല്ലാം മടുക്കും. അതുപോലെ പ്രപഞ്ച ജീവിതത്തിലെ ഈ പറയുന്ന പണം, പദവി, ബന്ധുക്കളെ എല്ലാം നമുക്ക് ഒരു ദിവസം മടുക്കും. ഇത് ഇത്രേ ഉള്ളൂ, മതിയായി എന്ന് പറയുന്ന ഒരു ദിവസം വരും അല്ലേ? അപ്പോഴെന്താ? തിരിച്ചെണീറ്റ് നിന്നിട്ട് എന്ത് വിളിക്കും? അമ്മാന്ന് നീട്ടി ഒരു കരച്ചില. അമ്മ വരൂ അല്ലേ? അതുപോലെയാണ് ദേവി നമുക്ക്, തന്റെ മക്കളായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പല പല കളിപ്പാട്ടങ്ങള്. ചിലർക്ക് ദാരിദ്ര്യം, ദുഃഖവും കൊടുക്കുന്നു. അവരുടെ കർമ്മം അനുസരിച്ച് അത് അമ്മ കൊടുക്കുന്നതല്ല, അവനവൻ തന്നെ ചോദിച്ച് മേടിച്ചതാണ്. അല്ലാത്തവർക്ക് അമ്മ പണം, പദവി, പൊസിഷൻ എല്ലാം കൊടുക്കണം. അപ്പൊ ഇതെല്ലാം കൊടുത്ത് ഇതിലൊക്കെയുള്ള സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞ് ഇത് മതിയെന്ന് തോന്നുമ്പം എന്താണ്? കുട്ടി കളിപ്പാട്ടം കളഞ്ഞിട്ട് വിളിക്കുന്ന പോലെ ദേവിയെ അമ്മാന്ന് വിളിച്ച് കരയും. അപ്പോഴെന്താ? അമ്മ ഓടി വരും, എടുക്കും. ഈ ഭുവനേശ്വരി ദേവി, ഈ ഭുവനങ്ങൾക്ക് അധിപതിയായിരിക്കുന്ന അമ്മ, ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന, നമ്മുടെ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥകൾക്ക് സാക്ഷിയായിട്ടിരിക്കുന്ന അമ്മ ഓടി വന്നിട്ട് ആ കുഞ്ഞിനെ ഉറപ്പായിട്ടും എടുക്കും. അവന് വേണ്ടതെല്ലാം കൊടുക്കും. വിശ്വമോഹിനിയായിരിക്കുന്ന ഭുവനേശി അല്ലെ? ചോദിക്കുന്ന എല്ലാം കൊടുക്കുന്ന ദേവിയാണ്. അതുകൊണ്ടാണ് അഭയവരദ ഹസ്തങ്ങളോടുകൂടി ഇരിക്കുന്നത്. ഇതിലെല്ലാം മതി വന്ന് അമ്മ എന്ന് വിളിക്കണം അല്ലെ? അപ്പൊ ആ വിളിച്ചുള്ള കരച്ചിലില് ദേവി എന്തായിരിക്കും ആ ലാസ്റ്റ് വിളി അല്ലെ? എനിക്ക് മോക്ഷം തരൂ അമ്മ, എനിക്ക് എല്ലാം മതിയായി അല്ലെ? ഏത് വ്യക്തിയും ജീവിതം മടുക്കുമ്പോ ഇനി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരരുതേ, എനിക്ക് ഈ ഭൂമിയിൽ മതിയായി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ആ കുഞ്ഞ് ചോദിക്കുന്ന കൈവല്യപദപ്രാപ്തിയും ഈ ദേവി കൊടുക്കും. ഇപ്പൊ ത്രിപുര ഉപനിഷത്തിലെ ശ്രീവിദ്യാ മന്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലാം രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മന്ത്രങ്ങളെ വെളിയിൽ പറയാറില്ല. അതിന്റെ മഹത്വം ശ്രദ്ധാഭക്തി ഉള്ളവർക്ക് മാത്രമേ വിളങ്ങുള്ളൂ. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ നമുക്കിപ്പോ യൂട്യൂബിൽ എല്ലാ മന്ത്രം, ഷോഡശിയെ കുറിച്ചും പ്രത്യങ്കരെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നവരുടെ ഉള്ളിൽ മാത്രമേ അത് നിൽക്കുള്ളൂ. കാരണം ഇതിൽ ശ്രദ്ധയും ഭക്തിയും വേണം. ചുമ്മാ കേട്ട് കാര്യസാധ്യത്തിന് ഉപയോഗിക്കേണ്ടവയല്ല മന്ത്രങ്ങൾ. അതുകൊണ്ടാണ് ഇത് വെളിയിൽ പണ്ട് പറയാതിരുന്നത്. ഇത് രഹസ്യമായിട്ട് വെക്കുന്നത് അതുകൊണ്ട്. ശ്രീവിദ്യാ മന്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബീജം എന്താണ്? 3 കൂടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ബീജമാണ് ഈ ശക്തി പ്രണവം എന്ന് പറയുന്ന ഭുവനേശ്വരി മന്ത്രം. അതുകൊണ്ടാണ് സർവ ചൈതന്യ രൂപാം താം ആദ്യാം വിദ്യ, ഇല്ലെങ്കിൽ ആദ്യാം ശക്തി ച ധീമഹീം ഹ്രീംകാര രൂപിണി ദേവി ധിയോ ജ്ഞാന പ്രചോദയാത്. ഇതിനെയാണ് ദേവി ഗായത്രി എന്ന് പറയുന്നത്. ഇതെന്നും ജപിച്ചാല് വളരെ വിശേഷമാണ്. 7 പ്രാവശ്യം ജപിച്ചാൽ മതി. എന്താണ്? എല്ലാ ചൈതന്യ രൂപത്തിലിരിക്കുന്ന അല്ലയോ അമ്മേ, ആദ്യാം വിദ്യാം ച ധീമഹീം, അല്ലെങ്കിൽ ആദ്യാം ശക്തി ച ധീമഹീം, അല്ലയോ അമ്മേ, എന്താണ്? എല്ലാത്തിലും ചൈതന്യമായിരിക്കുന്ന ദേവി, ധീമഹീം ഹ്രീംകാര രൂപിണി ദേവി. അമ്മ ഹ്രീംകാര സ്വരൂപത്തിലാണ് ഇരിക്കുന്നത്. ധിയോ യാന പ്രചോദയാൽ, എന്റെ ബുദ്ധിയെ പ്രചോദിപ്പിച്ചാലും. അപ്പൊ ഇത് ദേവി ഭാഗവതത്തിലെ ആദ്യ ശ്ലോകമാണ്. ദേവി ഭാഗവതം എടുത്ത് നോക്കിയാൽ കാണാം, ആദ്യത്തെ ശ്ലോകം ഇതാണ്. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? ഈ ഓംനി പൊട്ടൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അറിവ്. കാരണം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ശക്തി, അറിവ് എല്ലാം ദേവി തന്നെയാണ് എന്ന് പറയുന്നു. ഈ മന്ത്രത്തിന്റെ രഹസ്യ പേര് ഗുഹ മായ എന്നാണ്. ഗുഹ ശബ്ദം എന്ന് പറഞ്ഞാല് ഹ്രീംകാരം എന്നർത്ഥം. ഇത് ശരിക്കും പറഞ്ഞാല് സർവാർത്ഥ സാധക ബീജമാണ്. ഹം എന്ന് പറഞ്ഞാൽ ആകാശം. നമുക്കറിയാം അല്ലെ? അകാരാത്മികായേ ലളിതാംബികായേ പുഷ്പം സമർപ്പയാമി. അകാരം എന്ന് പറഞ്ഞാല് ആകാശതത്വം, ശിവൻ. അപ്പൊ ആകാശതത്വം. അടുത്തത് എന്താണ്? രകാരം. അടുത്തത് ഈകാരം. പിന്നെ അർത്ഥേന്ദു. അപ്പൊ അർത്ഥചന്ദ്രൻ. അപ്പൊ ഭുവനേശ്വരിയുടെ മൂലമന്ത്രം എന്താണ്? ശുദ്ധ ബ്രഹ്മമായിരിക്കുന്ന ആ പ്യുവർ കോൺഷ്യസ്നെസ് ആണെന്ന് പറയുന്നു. ശുദ്ധ ചൈതന്യം. അപ്പൊ ഓം ഹ്രീം എന്ന് ത്രിപുര ഉപനിഷത്തിൽ പറയുന്നതിന്റെ അർത്ഥം, ഓം എന്നാൽ എന്താ? ആ പരമശിവൻ, ശുദ്ധ ചൈതന്യം, പ്യുവർ കോൺഷ്യസ്നെസ്. ഹ്രീം എന്നാല് അതിന്റെ ശക്തി. അപ്പൊ ഓം ഹ്രീം എന്ന് പറഞ്ഞാല് ഓമിന്റെ ശക്തിയാണ് ഹ്രീം എന്നർത്ഥം. കാരണം ഓം എന്ന് പറഞ്ഞാൽ എന്താ? നിർഗുണൻ, നിരാകാരൻ അല്ലെ? യാതൊരു ചലനവും ഇല്ലാത്തിരിക്കുന്ന ആളിന്റെ ശക്തിയായിട്ടിരിക്കുന്നവൾ ഹ്രീംകാരിണി.
ഈ ശക്തിയാണ് സൃഷ്ടിയായിട്ട് കാണപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ആദ്യത്തെ ഇച്ഛ, ആദ്യത്തെ സ്പന്ദനം, ഒന്നുമില്ലായിരിക്കുന്ന അവസ്ഥയിലുള്ള ആദ്യത്തെ സ്പന്ദത്തെയാണ് സൃഷ്ടിക്ക് കാരണമായിട്ട് പറയുന്നത്. ഈ ബീജമാണ് ഹ്രീംകാരം.